തോരാത്ത മഴയും ഈ ട്രോളിങ് നിരോധനവും കൂടി ആയപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലായിട്ടുണ്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ട്. ഇപ്പോൾ ചേട്ടൻ എവിടേക്കോ കറങ്ങി തിരിഞ്ഞതേ 1/2 കിലോ ചാളയും കൊണ്ട് വന്നിട്ടുണ്ട്. അത്ര നല്ല ചാളയൊന്നുമല്ല, എന്നാലും പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്കാണെങ്കിൽ മീനില്ലാണ്ട് ചോറിറങ്ങില്ല. അപ്പോൾ പിന്നെ അതേ കൊണ്ടുവന്ന പാടെ തന്നെ ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എനിക്കാണെങ്കിലോ കത്രിക ഇല്ലാണ്ട് മീൻ നന്നാക്കാൻ അറിയില്ല. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു. ഒന്ന് എൻ്റെ സ്റ്റൈലിലുള്ള ഒരു ചാളക്കറി ഉണ്ടാക്കിയാലോ നമുക്ക്. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പം ഞാൻ മീൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മുടെ കുടപ്പുളി ഉണ്ടല്ലോ, അത് ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ മീൻ നന്നാക്കി കറി വയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ കറിയുടെ ലൂസ് അനുസരിച്ച്, നല്ല തിക്കായിട്ടുള്ള കറിയാണെങ്കിൽ തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് പതുക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഏത് മീൻ കിട്ടിയാലും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ കറി വയ്ക്കാറ്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് ഇത്തിരി ലൂസായിട്ടാണ് ഞാൻ കറി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കാച്ചുന്നില്ല കറി, കാരണം ഓൾറെഡി നമ്മൾ സബോളയും ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കാച്ചിയല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.